എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ അടിപൊളിയൊരു നാരങ്ങാച്ചാറിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു 10-20ഓളം നാരങ്ങയാണ്, ചെറുനാരങ്ങയാണ് എടുത്തിരിക്കുന്നത്. അത് വെള്ളത്തിലിട്ട് നന്നായിട്ട് കഴുകിയെടുത്തതാണ്. അതിന് ശേഷം ഞാനിതൊന്ന് തുടച്ചെടുക്കുകയാണ്. ഒരു ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ നല്ല ഉണങ്ങിയ തുണി വെച്ചോ നമുക്ക് വെള്ളമയം ഇല്ലാതെ ഒന്ന് ഇതൊന്ന് തുടച്ചെടുക്കാവേ. അപ്പോൾ ഈ നാരങ്ങ മുഴുവൻ ഞാനൊന്ന് തുടച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതിനി കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കാം. ഒരു 4 കഷ്ണങ്ങളാക്കിയാണ് എടുക്കുന്നത്. 4ആയിട്ട് മുറിച്ചെടുക്കുകയാണ്. ഇത് മുഴുവൻ മുറിച്ചെടുത്തിട്ട് കാണിക്കാം. ഇടയ്ക്ക് ഇതിൻ്റെ കുരു ഉണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് നിന്ന് എടുത്ത് കളയാം. കുരു എത്ര കളയുന്നു അത്രയും ഇതിനകത്ത് കയ്പ്പ് കുറയുവേ. അത് കാരണം ഞാൻ ഇടയ്ക്കൊക്കെ എടുത്ത് കളഞ്ഞ് എല്ലാം ഒന്നും എടുത്ത് കളയാനായിട്ട് പറ്റിയില്ല. അപ്പോൾ സമയമുണ്ടെങ്കിൽ നമുക്ക് അതെല്ലാം എടുത്ത് കളയാം. അപ്പോൾ ഞാനിത് മുഴുവനൊന്നും മുറിച്ചെടുത്തുകൊണ്ട് വരാം. അപ്പോൾ നമ്മുടെ നാരങ്ങ ഞാൻ ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. കല്ലുപ്പുണ്ടെങ്കിൽ കല്ലുപ്പിട്ട് കൊടുക്കണം. ഇവിടെ കല്ലുപ്പില്ലാത്ത കാരണം ഞാൻ ഈ പൊടിയുപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതൊന്ന് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഒരു 5-10 മിനിറ്റ് മിക്സ് ചെയ്താൽ മതി. ഈ സമയം കൊണ്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കണം. അപ്പോൾ ഞാനിതൊന്ന് കുടഞ്ഞാണ് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പം ഞാനിനി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വന്നപ്പോൾ അതിലേക്ക് നല്ലെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പം നല്ലെണ്ണ നമ്മൾ എത്ര അച്ചാറിന് ചേർക്കുന്നോ അത്രയും നമ്മുടെ അച്ചാർ കേടാകാതിരിക്കും. അപ്പോൾ ഞാൻ കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അളവൊന്നും പറയുന്നില്ല, ഒരു 1/4 കപ്പോളം കാണുമായിരിക്കും എന്ന് തോന്നുന്നു. അപ്പോൾ അത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി എണ്ണയൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കടുകിട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ കടുക് നന്നായിട്ട് പൊട്ടി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില നമ്മുടെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയൊക്കെ അച്ചാറിന് എത്രയും ചേർത്ത് കൊടുക്കും അത്രയും ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ഒരു പിടി കറിവേപ്പില അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളിതിലേക്ക് പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നെടുകെ നീളത്തിൽ കീറിയിട്ട് 2 കഷ്ണമായിട്ട് മുറിച്ച പച്ചമുളകാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അത് നമുക്ക് എരിവിന് ആവശ്യമായത് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഞാൻ ഇതിലേക്ക് ഒരു വലിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് നീളത്തിൽ അരിഞ്ഞതാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഒരു 2 വലിയ കുടം വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞതും കൂടെ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ ഇഞ്ചിയും പച്ചമുളകും അതുപോലെ തന്നെ കറിവേപ്പില ഇതെല്ലാം വെളുത്തുള്ളിയെല്ലാം നന്നായിട്ടൊന്ന് മിക്സായി വരുന്ന പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ പച്ച മണമൊക്കെ ഒന്ന് മാറി വരുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ഉലുവ പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. കായപ്പൊടിയും കൂടെ ഞാൻ ഇപ്പം ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. അതിന് ശേഷം ഇതെല്ലാം കൂടെ നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പൊടിയായിട്ട് നമ്മൾ മഞ്ഞൾപ്പൊടി മാത്രമേ ചേർത്ത്, മുളക് പൊടിക്കകത്തല്ല നമ്മളിത് വെക്കുന്നത്, പച്ചമുളക് മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളേ. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. അതിന് ശേഷം ഞാൻ ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ നാരങ്ങയൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇതെല്ലാ ഭാഗത്തും ഇഞ്ചിയും വെളുത്തുള്ളി അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെല്ലുന്ന രീതിയിലൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് വിനാഗിരിയാണ്. അപ്പോൾ ഈ തവിക്ക് തന്നെ 2 തവി വിനാഗിരി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തിളപ്പിച്ച വെള്ളമാണ്. അപ്പോൾ 250 ml കപ്പിൽ 1 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ നാരങ്ങ പെട്ടെന്ന് തന്നെയല്ലേ കറി വെക്കുന്നത്, കാരണം ഇതിനൊരു സോഫ്റ്റ്നെസ് വരാൻ വേണ്ടിയിട്ടാണ് ഈ വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ഇവിടുന്ന് കിട്ടുന്ന നാരങ്ങയ്ക്ക് തൊലിക്കൊക്കെ ഭയങ്കര കട്ടിയാണ്. ഒന്നെങ്കിൽ അത് 2-3 ദിവസം ഉപ്പിനകത്ത് ഇടണം, അല്ലെങ്കിൽ നമ്മൾ ആവിക്ക് വെക്കും, അങ്ങനെ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ ഭയങ്കര പാടാണ് അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് സോഫ്റ്റ് ആവാനായിട്ട്. അപ്പോൾ ഇങ്ങനെ ഓരോ സ്ഥലത്ത് കിട്ടുന്ന നാരങ്ങയുടെ ഇതനുസരിച്ച്
വേണം വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കണം. ഒന്ന് വേവിക്കുക എന്ന് പറഞ്ഞാൽ ഒത്തിരി അങ്ങ് വെന്ത് വല്ലാതെ ആയി പോകരുത്. നമ്മൾ ഇടയ്ക്കൊന്ന് നോക്കണം, തുറന്ന് നോക്കിയിട്ട് അതിൻ്റെ വേവ് നോക്കിയിട്ട് അതനുസരിച്ച് ചെയ്താൽ മതി. അപ്പം ഇത് ഞാൻ 250 ml കപ്പിൽ വെള്ളം ഒഴിച്ചു കൊടുത്തപ്പോൾ അത് കറക്റ്റാണ് ആ വെള്ളം. അപ്പോൾ അതനുസരിച്ച് ഇത് ഞാനൊന്ന് മൂടി വെച്ചു. ഇതിൻ്റെ കൂടെ നമ്മൾ മധുരത്തിനായിട്ട് ചേർക്കുന്ന പഞ്ചസാരയോ ശർക്കരയോ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിനകത്ത് ശർക്കരയാണ് ചേർക്കുന്നത്. ചെറിയ 2 അച്ച് ശർക്കര ഇതിലേക്ക് ഞാനൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം അതും കൂടി ഒന്ന് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ച് ഈ വെള്ളമൊക്കെ ഒന്ന് പറ്റിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ നാരങ്ങ കണ്ടോ നല്ല അടിപൊളിയായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. കണ്ട വെള്ളമൊക്കെ നന്നായിട്ട് ഇതായി. ഇപ്പോൾ ഇനി ഈ പരുവത്തിൽ നമുക്കിതെടുക്കാം. ഒത്തിരി അങ്ങ് വറ്റിച്ച് വരട്ടിയെടുക്കണ്ട, ഇതേപോലെ നമ്മൾ എടുക്കണം. അപ്പോൾ അടിപൊളി ടേസ്റ്റുള്ള നമ്മുടെ നാരങ്ങാച്ചാർ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. വെള്ള നാരങ്ങാച്ചാറാണ്. ഇതുപോലെ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോരുതേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതുപോലുള്ള ചെറിയ ചെറിയ കുക്കിംഗ് വീഡിയോസും വ്ളോഗ്സും ഒക്കെ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും താങ്ക് യു.